ഹരിശങ്കറിന്റെയും സുഹൃത്തുക്കളുടെയും ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായി ആശുപത്രിയിലായിരുന്ന ശരണ്യ എന്ന പെൺകുട്ടി ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്കെത്തി. ഹരിശങ്കറിന്റെ കെണിയിൽ രോഹിത് വീണുപോയതാണെന്നും താൻ നിരപരാധിയാണ് എന്നുമുള്ള വാർത്ത ബാലചന്ദ്രനും അലീനയും തിരിച്ചറിഞ്ഞതോടെ എങ്ങനെയും രോഹിത്തിനെ പുറത്തെത്തിക്കുവാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമങ്ങൾ ആരംഭിച്ചു. പക്ഷേ എല്ലാ വഴികളും മുട്ടിത്തളർന്ന അവർ ഇനി എന്ത് എന്നുള്ള ചിന്തയിലിരിക്കുമ്പോഴാണ് അലീന ശരണ്യയെ നേരിട്ട് കണ്ട് സംസാരിക്കുവാൻ ബാലചന്ദ്രമേനോന്റെ അനുവാദം ചോദിക്കുന്നത്. ശരണ്യയുടെ വീട്ടിലേക്ക് ഇപ്പോൾ ചെന്നാൽ അവിടെ അവളെ നേരിടുവാൻ നിൽക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരും മഹിളാ പ്രവർത്തകരും ആക്ഷൻ കൗൺസിലും പിന്നെ നാട്ടിലുള്ള എല്ലാ തൻ്റെടികളും ഉൾപ്പെടെ ഒരു വലിയ കൂട്ടം ആൾക്കാരായിരിക്കും. എന്തും സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവിടേക്ക് പോകരുത് എന്ന് ബാലചന്ദ്രമേനോൻ പല ആവർത്തി വിലക്കിയിട്ടും അലീന ആ വിലക്കിനെ അതിലംഘിച്ചു പോകുവാൻ തീരുമാനിക്കുകയായിരുന്നു. ശരണ്യയെ വ്യക്തിപരമായി കണ്ട് സംസാരിച്ച് രോഹിത്തിന് ഈ കേസിൽ കാര്യമായൊരു ബന്ധമില്ലെന്നും രോഹിത് തന്നെ അപമാനിക്കുവാനും പീഡിപ്പിക്കുവാനും ശ്രമിച്ചിട്ടില്ല എന്നും ആ പെൺകുട്ടിയെ കൊണ്ട് മൊഴി പറയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അലീന ആ ദൗത്യം ഏറ്റെടുക്കുന്നത്. അത്യന്തം ക്ലേശകരമായൊരു ദൗത്യമാണ് അതെന്ന് തനിക്കറിയാമെങ്കിലും ഈ ഒരു കുടുംബത്തെ ഈ ദുർഘട സ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ മറ്റു മാർഗങ്ങളില്ല എന്ന് തിരിച്ചറിഞ്ഞ അലീന രണ്ടും കൽപ്പിച്ച് മുൻപോട്ട് സ്റ്റെപ്പ് വെക്കുകയായിരുന്നു. അലീനയെ തടയുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ബാലചന്ദ്രമേനോൻ ഒന്നുകിൽ കൃഷ്ണജയെയോ അല്ലെങ്കിൽ ഗോവർദ്ധനെയോ കൂടെ കൂട്ടുവാൻ പറഞ്ഞിട്ടും അവൾ അനുസരിച്ചില്ല. ഒടുവിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ നിന്റെ കൂട്ടിന് വരാമെന്ന്. എന്നിട്ടും അലീന സമ്മതിച്ചില്ല. അവൾ പറഞ്ഞത്, എന്നോടൊപ്പം അദൃശ്യനായൊരു സുഹൃത്ത് എല്ലായ്പ്പോഴും ഉണ്ടാവും. ഓരോ നിമിഷത്തിലും എന്തു ചെയ്യണമെന്ന് അദ്ദേഹമായിരിക്കും എന്നോട് പറയുന്നത്. അതൊരു വലിയ ശക്തിയാണ്. ആ ശക്തിയിൽ തനിക്ക് അങ്ങേയറ്റം വിശ്വാസമാണുള്ളത്. തൻ്റെ കൂട്ടാളിയായി മറ്റൊരാൾ വന്നാൽ ഒരുപക്ഷെ ആ ബന്ധം മുറിയും, ആ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആരും വരണ്ട, ഞാൻ തന്നെ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം ഒരു ഓട്ടോറിക്ഷ എടുത്ത് അലീന അവിടേക്ക് യാത്രയാവുകയാണ്. പ്രതിസന്ധികൾ താൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അലീനയെ കണ്ടപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളൊക്കെയും കൂട്ടം കൂടി അലീനയ്ക്കെതിരെ ശക്തമായ ആക്രോശങ്ങളുമായി തിരിഞ്ഞു. അവൾക്കൊന്ന് സംസാരിക്കുവാൻ പോലും അനുവാദം നൽകാതെ ആണും പെണ്ണും ഒരുമിച്ച് ചേർന്ന് അലീനയെ ആക്രമിച്ചു. ജനക്കൂട്ടത്തിന്റെ നടുവിൽ ക്രൂരമായ ആക്രമണത്തിന് വിധേയയായ അലീന ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന സാഹചര്യത്തിലേക്ക് വീണുപോയി. ഒടുവിൽ ഒന്ന് ഉറക്കം നിലവിളിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ തളർന്നു വീണ അലീനയുടെ മേൽ ഒരുവൻ നിറഞ്ഞ കന്നാസിൽ കരുതി വെച്ചിരുന്ന മണ്ണെണ്ണ മുഴുവനും ഒഴിച്ചു കളഞ്ഞു. ജനം അത്രമാത്രം ഈ ഒരു പ്രശ്നത്തിൽ ക്ഷുഭിതരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അലീനയെ ചുട്ടു ചാമ്പലാക്കുക എന്നുള്ളതിനപ്പുറം അവർക്ക് മറ്റൊന്നും ചിന്തിക്കുവാനില്ലായിരുന്നു. ശരീരമാസകലം അടിയുടെ മുറിവേറ്റ് കിടന്ന ആ പെൺകുട്ടിയുടെ മേൽ മണ്ണെണ്ണ ഒഴുകിയിറങ്ങിയപ്പോൾ മുറിപ്പാടുകൾ നീറിപ്പുകയുവാൻ തുടങ്ങി. അവളുടെ ശ്വാസം അടഞ്ഞു. ഈ സമയത്ത് ആരോ ഒരുവൻ അലറുകയാണ്, കത്തിക്കടാവളെ, ബാക്കി വെക്കരുത്. അതുകൂടി കേട്ടപ്പോഴേക്കും താൻ പ്രതീക്ഷിച്ചതുപോലെ എല്ലാ കാര്യങ്ങളെന്നും സംഗതി കൈവിട്ടുപോയി എന്നും തൻ്റെ മുൻപിൽ മരണം മാത്രമേ ഉള്ളൂ എന്നും വ്യക്തമായി ബോധ്യപ്പെട്ട അലീന സർവശക്തിയും സംഭരിച്ചുകൊണ്ട് രക്ഷപ്പെടുവാൻ വേണ്ടി തത്രപ്പെട്ട് എഴുന്നേൽക്കുകയാണ്. ഈ സംഭവം അവിടെ നടക്കുമ്പോൾ തൊട്ടയൽപ്പക്കത്തുള്ള ഒരു ഓട്ടോറിക്ഷക്കാരൻ അയാൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുവാൻ വേണ്ടി വണ്ടിയുമായി വീട്ടിലേക്ക് എത്തുകയായിരുന്നു. പെട്ടെന്ന് ജനക്കൂട്ടത്തിന്റെ ബഹളവും അട്ടഹാസങ്ങളും കേട്ടുകൊണ്ട് അയാൾ ജിജ്ഞാസയോടെ വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. താൻ നോക്കുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ കൂടി ഒരു കൂട്ടം ആൾക്കാർ ഒരു പെണ്ണിനെ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നു. തുടർന്ന് ശരണ്യയുടെ സഹോദരിമാരിൽ ഒരാൾ അവളുടെ തലയിലേക്ക് മണ്ണെണ്ണയുടെ ടിൻ കമിഴ്ത്തുന്നു. അതേസമയം തന്നെ ആരോ ഒരാൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് അവളെ കത്തിക്കട, ഒട്ടും ബാക്കി വെക്കരുത് എന്ന് ഉറക്കെ ആക്രോശിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് ശരണ്യയുടെ സഹോദരൻ ഗോപൻ തൻ്റെ പോക്കറ്റിൽ നിന്നും തീപ്പെട്ടിയെടുത്ത് ഉരയ്ക്കുവാൻ തുടങ്ങുന്നു. ഒരു കൊള്ളി ഉരച്ചിട്ട് കത്തിയില്ല. രണ്ടാമത് വീണ്ടും പരിശ്രമിച്ചിട്ടും അതും കത്തിയില്ല. കാരണം മണ്ണെണ്ണ വീണ് തീപ്പെട്ടിയും നനഞ്ഞു പോയിരുന്നു. പക്ഷേ അയാൾ വീണ്ടും ശ്രമിക്കുകയാണ്. മൂന്നാമത്തെ തീപ്പെട്ടി കമ്പെടുക്കുമ്പോഴേക്കും ഒരു കൈ അവൻ്റെ കയ്യിൽ നിന്നും ആ തീപ്പെട്ടി തട്ടിപ്പറിച്ചു. തുടർന്ന് ഒരലർച്ചയോടുകൂടി അയാൾ വിളിച്ചു ചോദിക്കുകയാണ്, എന്ത് ഭ്രാന്താടാ നീ കാണിക്കുന്നത്? അത് കേട്ടുകൊണ്ടൊരു ഞെട്ടലോടുകൂടി തിരിഞ്ഞു നോക്കിയ ഗോപൻ കാണുന്നത് തൊട്ടയൽപ്പക്കത്തുള്ള ഓട്ടോറിക്ഷക്കാരനും തൻ്റെ സുഹൃത്തുമായ ഷാജിയുടെ മുഖമാണ്. അവൻ ഷാജിയുടെ നെഞ്ചത്ത് പിടിച്ച് സർവ്വശക്തിയും സംഭരിച്ച് തള്ളി മാറ്റിക്കൊണ്ട് പറയുകയാണ്, നീ ഒന്ന് മാറി നിന്നേ, നീ ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. ഇവളെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ സമയത്ത് അലീനയ്ക്ക് ചുറ്റും കൂടി നിന്ന ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ ഒരു ലൈറ്റർ ഗോപന്റെ നേരെ എറിഞ്ഞു കൊടുത്തിട്ട് വിളിച്ചു പറയുന്നുണ്ട്, എടാ ഗോപ, ഇതെടുത്ത് കത്തിയിരടാ, തീർക്കവളെ എത്രയും പെട്ടെന്ന്. അതേ സമയത്ത് തന്നെ അലീനയ്ക്ക് മറയായി നിന്ന ഷാജിയെ തള്ളി മാറ്റാനുള്ള ശ്രമവും അവിടെ ചിലർ നടത്തുന്നുണ്ട്. ഈ സമയത്ത് ഷാജി കൈവീശി ഗോപന്റെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചു. എന്നിട്ട് ഉറക്കെ ഷാജി വിളിച്ചു പറയുകയാണ്, അടങ്ങി നിൽക്കട പട്ടി. പെട്ടെന്ന് ആ ജനക്കൂട്ടത്തിന്റെ നടുവിൽ ഒരു സ്തംഭനാവസ്ഥയുണ്ടായി. തുടർന്ന് ഷാജി ഉറക്കെ ചോദിക്കുകയാണ്, ഈ പെണ്ണ് ഏതാണെന്ന് വിചാരിച്ചാണ് നിങ്ങൾ ഇത്തരം തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത്? ആൾക്കൂട്ടം അന്തം വിട്ട് അന്യോന്യം നോക്കുകയാണ്. തങ്ങൾക്ക് അബദ്ധം പിടഞ്ഞുവോ എന്നൊരു സംശയം എല്ലാ കണ്ണുകളിലുമുണ്ട്. പെട്ടെന്ന് ആ നിശബ്ദത വീണ്ടും കനം പിടിക്കുകയാണ്. തുടർന്ന് വീണ്ടും ഗോപന്റെ മുഖത്തേക്ക് നോക്കി ഷാജി ചോദിക്കുകയാണ്, ഇവിടെ ചുട്ടു കൊന്നാൽ നിങ്ങളുടെ ശരണ്യയുടെ മാനം തിരിച്ചു കിട്ടൂടാ? ഗോപന് മറുപടി ഒന്നുമില്ല.
ആൾക്കൂട്ടത്തിനിടയിലെ ചിന്താക്കുഴപ്പം ഒറ്റ തിരിഞ്ഞുള്ള പിറുപിറുക്കലുകളായി മാറുവാൻ തുടങ്ങി. എങ്കിലും അതിനിടയിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിക്കുകയാണ്, എടാ ഷാജി, നിനക്കെങ്ങനെയാണ് ഇവളെ പരിചയം? എടോ, എനിക്ക് ഈ കൊച്ചിനെ അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്നത്. മാർക്കറ്റിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഓടുന്ന ഓട്ടോയാണ് ഷാജിയുടേത്. അലീന മാർക്കറ്റിൽ നിന്ന് അരിയും ആട്ടമാവും മറ്റ് സാധനങ്ങളും വാങ്ങി ആദ്യമായി കരുണാലയത്തിലേക്ക് പോയത് ഷാജിയുടെ ആപ്പെ ഓട്ടോയിലായിരുന്നു. രണ്ടാമത്തെ തവണ കരുണാലയത്തിലേക്ക് പോകുമ്പോൾ അവർ തമ്മിൽ പരിചയപ്പെട്ടു. ബാലചന്ദ്രമേനോനെയും ടൗണിൽ അയാൾക്കുള്ള സ്ഥാപനങ്ങളും ഒക്കെ ഷാജിക്ക് മുൻപ് തന്നെ അറിയാം. അലീന വീട്ടുജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളമാണ് അനാഥാലയത്തിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിച്ചത് എന്നറിഞ്ഞ ദിവസം ഷാജി അവളോട് ഓട്ടോറിക്ഷ കൂലി വാങ്ങിയിരുന്നില്ല. അവൾ അന്ന് വളരെ നിർബന്ധിച്ചുവെങ്കിലും അയാൾ വഴങ്ങിയില്ല. ഇനി ഷാജിയുടെ ഓട്ടോറിക്ഷ വിളിക്കില്ലെന്ന് പറഞ്ഞ് പരിഭവിച്ചാണ് അന്ന് അലീന പോയത്. എന്നിട്ടും അടുത്ത തവണ മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൂടെ ഷാജിയുടെ ഓട്ടോ അന്വേഷിച്ച് നടന്നു. അവൻ്റെ ഓട്ടോ കണ്ടുപിടിച്ച് അടുത്തു ചെന്ന് പുഞ്ചിരിയോടെ പറഞ്ഞു, എൻ്റെ പിണക്കങ്ങളെല്ലാം മാറിയിട്ടോ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും തിരക്കി വന്നത്. പക്ഷേ ഇത്തവണ ഓട്ടോക്കൂലി വാങ്ങാതിരിക്കാൻ പറ്റില്ല. ഇത് മുന്നമേ തന്നെ പറഞ്ഞിട്ടായിരുന്നു അലീന അത്തവണ ഓട്ടോ വിളിച്ചു പോയത്. ഈ കാര്യങ്ങളെല്ലാം പൊതുജനത്തിന്റെ മുമ്പിൽ വെച്ച് ഷാജി പരസ്യമായി വിളിച്ചു പറഞ്ഞു. കാര്യങ്ങൾ കേട്ടിട്ട് ആർക്കും മിണ്ടാട്ടമില്ല, ഒരു കരിയിലെ അനക്കം പോലുമില്ല. ഷാജി അലീനയെ ഒന്ന് നോക്കി. അവളുടെ മുഖത്ത് അടിയേറ്റ പാടുകൾ, വലത് കൺപുരികത്തിന് മുകളിലൂടെ ഒലിച്ചിറങ്ങുന്ന ചോരച്ചാല്. അവൾ അവശയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഷാജി അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. എന്നിട്ട് പറയുക, വാ എഴുന്നേൽക്ക്, ഞാൻ പൊയ്ക്കൊള്ളാം. ഞാനല്ലേ പറഞ്ഞത് എൻ്റെ കൂടെ വരാൻ. അയാൾ അലീനയുടെ കയ്യിലൊന്നും പിടിവിടാതെ തൻ്റെ വീടിന് നേർക്ക് അവളെ നടത്തിക്കൊണ്ടുപോയി. ഷാജിയുടെ സഹോദരിയും അമ്മയും മുറ്റത്തിറങ്ങി എല്ലാം നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഷാജി അമ്മയോട് പറയുന്നുണ്ട്, ഇവൾക്ക് കുളിമുറി ഒന്ന് കാണിച്ചു കൊടുക്ക്, മാറി ഉടുക്കാനുള്ള ഡ്രസ്സും കൊടുക്കണം. അത് കേട്ടുകൊണ്ട് ഷാജിയുടെ സഹോദരി സബിത അലീനയുടെ കൈക്ക് പിടിച്ച് വീടിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. ഷാജി മുറ്റത്ത് തന്നെ നിന്നു. ആളുകൾ അവരവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞു പോയി തുടങ്ങി. ശരണ്യയുടെ വീട്ടുമുറ്റത്ത് കുറച്ചുപേർ കൂട്ടം കൂടി നിന്ന് അടക്കി പിടിച്ച് സംസാരിക്കുന്നുണ്ട്. അവരിലൊരാൾ ഷാജിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറയുകയാണ്, ഷാജി, കൃത്യസമയത്ത് നീ വന്ന് ഇടപെട്ടത് നന്നായി കേട്ടോ, ഇല്ലെങ്കിൽ മുഴുവൻ കുഴപ്പമായേനെ. നിങ്ങളൊക്കെ ഇത്ര വിവരമില്ലാത്തവരായി പോയല്ലോ രാഘവേട്ട. എന്നാ പൊട്ടത്തരമാണ് നിങ്ങൾ കാണിക്കാൻ പോയത്? ഷാജി, അങ്ങനെ ചോദിച്ചാൽ എല്ലാ ആൾക്കാരും വിഷം കയറിയ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് നിൽക്കുകയല്ലേ. നമ്മുടെ ശരണ്യെ നശിപ്പിച്ചവൻ്റെ പെങ്ങളാണ് വന്നിരിക്കുന്നതെന്നല്ലേ എല്ലാവരുടെയും വിചാരം. ആ വീട്ടിൽ നിന്ന് ആരെ കിട്ടിയാലും കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ വീണ്ടും വിചാരവും വെളിവോ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവുമോ? നീ ആ സമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ കത്തിച്ചു കളഞ്ഞേനെ ആ കൊച്ചിനെ. അങ്ങനെ കത്തിച്ചു കളഞ്ഞാൽ എവിടെ പോയി നിങ്ങൾ ഒളിക്കും? കൊലപാതകത്തിന് ആര് ഉത്തരം പറയും? എടാ, ഇതൊക്കെ ആ നേരത്ത് ആരെങ്കിലും ഓർക്കുവോ? സകല എണ്ണവും ബാധ കയറിയ പോലെ നിൽക്കുകയല്ലേ. എവിടെ ആ പെൺകുട്ടി? അപ്പോൾ സബിത പറയുന്നുണ്ട്, അവള് കുളിക്കാൻ കയറിയിരിക്കുകയാണ്. ആ കുട്ടിക്ക് നല്ല പോലെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചുരിദാറൊക്കെ കീറി പറഞ്ഞു. മണ്ണെണ്ണ നാറിയിട്ട് അടുത്ത് നിൽക്കാൻ പോലും വയ്യ. നിങ്ങളൊക്കെ എന്നാ മനുഷ്യരാണ്. കുറച്ചു സമയത്തിന് ശേഷം ഷാജിയുടെ സഹോദരി അലീനയെ വരാന്തയിലേക്ക് കൊണ്ടുവന്നു. അവൾ കുളിച്ച് വേഷം മാറിയിട്ടുണ്ടായിരുന്നു. മുഖത്ത് അങ്ങിങ്ങ് ക്ഷതങ്ങൾ കരിവാളിച്ച് കിടക്കുന്നു. നെറ്റിയും ചുണ്ടിൻ്റെ കീഴ്ഭാഗവുമൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. ഷാജി അലീനയെ ഒന്ന് നോക്കിയതിനു ശേഷം സബിതയോട് ചോദിക്കുന്നുണ്ട്, അവൾക്ക് കഴിക്കാൻ വല്ലതും കൊടുത്തോ? ഇല്ല. ഇതൊക്കെ ആരെങ്കിലും പറയണോടി? നിന്റെയൊക്കെ തലയിൽ എന്താ കളിമണ്ണാണോ? ഒരു സാമാന്യ ബോധം വേണ്ടേ? ചോറിരിപ്പില്ല ഇവിടെ. അപ്പോൾ അലീന, എനിക്ക് ഒന്നും വേണ്ട ഷാജി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇങ്ങ് കയറി വാ, എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. ഇത് പറഞ്ഞ് അലീനയെ നിർബന്ധിച്ച് അയാൾ വീണ്ടും അകത്തേക്ക് കൊണ്ടുപോയി. ചോറ് വിളമ്പാൻ അമ്മയോടും സബിതയോടുമൊപ്പം അവനും സഹകരിച്ചു. ഒരു പുൽപ്പ എടുത്ത് നിലത്ത് വിരിച്ചിട്ടിട്ട് അലീനയോട് ഇരിക്കാൻ പറഞ്ഞു. ഡൈനിങ് ടേബിളൊക്കെ ഉണ്ട്, പക്ഷെ മടക്കി വെച്ചിരിക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റാ. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നാണ് കഴിക്കാറുള്ളത്. എനിക്ക് വേണ്ട ഷാജി എന്ന് വീണ്ടും അലീന പറയുമ്പോൾ, ഇതൊക്കെ ഭംഗിക്ക് വേണ്ടി പറയണം. ഞാനും അങ്ങനെയൊക്കെ വല്ലയിടത്തും ചെന്നാൽ പറയാറുണ്ട്. എന്നാലും നമുക്ക് ഒരുമിച്ച് കഴിക്കാം, ഇരിക്ക്. ഇത് പറഞ്ഞുകൊണ്ട് അലീനയെ കഴിക്കുവാൻ വീണ്ടും ഷാജി നിർബന്ധിക്കുകയാണ്. ഒടുവിൽ അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി അലീന ആ പുൽപ്പായുടെ ഒരു ഭാഗത്തിരുന്നു. തനിക്കായി വിളമ്പിയ ചോറുപാത്രത്തിലേക്ക് അലീന ഒന്ന് നോക്കി. ഒരു കരച്ചിൽ നെഞ്ചിൽ പിടയ്ക്കുന്നു. അല്പം മുമ്പ് ഒരു മരണത്തെ മുഖാമുഖം കണ്ടതാണ്. ഇപ്പോൾ സ്നേഹമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ അതിഥിയായിരിക്കുന്നു. കഴിക്ക്. ഷാജി ചോറുപാത്രം അവളുടെ മുൻപിലേക്ക് അല്പം കൂടി നീക്കി വെച്ചു കൊടുത്തു. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഷാജി പറയുകയാണ്, അതെ, ഇല്ലാത്തവർക്ക് കൊടുക്കാനുള്ള ഉത്സാഹം മാത്രമുണ്ടായാൽ പോരാ, വല്ലയിടത്തുനിന്നും ഒരു നേരം ആഹാരം കിട്ടിയാൽ കഴിക്കാനും പഠിക്കണം. അത് കേട്ടുകൊണ്ട് പെട്ടെന്ന് അലീന ഇടത് കൈത്തണ്ടയിലേക്ക് മുഖം ചായച്ച് വിങ്ങിക്കരഞ്ഞു. അപ്പോൾ ഷാജി അങ്ങ് വല്ലാതെയായി. അവൻ്റെ അമ്മയും സഹോദരിയും അന്താളിച്ചു. നീ ഒന്നും മിണ്ടാതിരിയടാ, അത് കഴിക്കട്ടെ എന്ന് അമ്മ ശാസിക്കുകയാണ്. സബിത കൊടുത്ത ചുരിദാറിന്റെ ഷാൾ കൊണ്ട് കണ്ണുകൾ ഒപ്പിയിട്ട് അലീന മെല്ലെ ചോറ് വാരി കഴിച്ചു. അല്പനിമിഷത്തെ ഒരു മൗനത്തിന് ശേഷം ഷാജി വീണ്ടും തൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, അല്ല, ഇതൊക്കെ എങ്ങനെയാ അമ്മേ ചോദിക്കാതിരിക്കുന്നത്? തുടർന്ന് അയാൾ വീണ്ടും അലീനയോട് ചോദിക്കുകയാണ്, അല്ല, ഇങ്ങോട്ടുള്ള വരവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അത് ശരണ്യെ കാണുവാൻ വേണ്ടി വന്നതാണ്.
ശരണ്യെ കാണാനോ? അതെന്തിനാണ്? നിങ്ങളുടെ വീട്ടിലെ പയ്യനെ കേസിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയാനാണോ? ഏയ്, അങ്ങനെ ഒരിക്കലും ആവശ്യപ്പെടാനല്ല ഞാൻ വന്നത്. പിന്നെ എന്തിനാണ് കുട്ടി ഒറ്റയ്ക്ക് ഇവിടേക്ക് വന്നത്? ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നുകൂടായിരുന്നോ? കുറഞ്ഞ പക്ഷം കരുണാലയത്തിലെ കന്യാസ്ത്രീകളെയോ രാഷ്ട്രീയക്കാരെയോ ആരെയെങ്കിലും. അലീനയ്ക്ക് മറുപടി ഒന്നുമില്ല. ഷാൾ ഉയർത്തി ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ ഒപ്പുന്നുണ്ട്. ആ വീട്ടിലെ ജോലിക്കാരിയാണെന്നെങ്കിലും പറയാൻ പാടില്ലായിരുന്നോ? അവിടുത്തെ പെണ്ണാണെന്ന് വിചാരിച്ചിട്ടല്ലേ എല്ലാവരും കൂടി തല്ലാനും കൊല്ലാനും ഒക്കെ വന്നത്? ശരിയാണ്. പക്ഷെ ഞാൻ അപ്പോൾ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. വിചാരിക്കണമെന്നേ. നമ്മൾ ഈ കാണുന്ന മനുഷ്യരുണ്ടല്ലോ, അവരെപ്പോഴും ഒന്നും മനുഷ്യരല്ല. അതുകൊണ്ട് തന്നെ എവിടെ നിന്നും ഏത് നിമിഷവും എന്തും സംഭവിക്കാം. തുടർന്ന് ഊണ് കഴിഞ്ഞ് ഇറങ്ങുവാൻ തുടങ്ങുന്ന സമയത്ത് അലീന സബിതയോട് പറയുന്നുണ്ട്, ഞാൻ ഈ ചുരിദാർ ഇങ്ങ് എത്തിച്ചു തന്നോളാം കേട്ടോ. അപ്പോൾ വീണ്ടും ഷാജി, ഇല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് വാങ്ങും. കാരണം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുരിദാറാണിത്. ഇത് പറഞ്ഞുകൊണ്ട് ഷാജി ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം അലീനയെ ഓട്ടോയിലേക്ക് കയറുവാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ അലീന, ഞാനിവിടേക്ക് വന്ന ഓട്ടോറിക്ഷ അപ്പുറത്ത് കിടപ്പുണ്ട്. അതെന്തു ആയിക്കോട്ടെ, എന്തായാലും ഇങ്ങോട്ട് കയറ്. അലീന അത് കേട്ടുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്കുള്ളിലേക്ക് കയറി. തുടർന്ന് അഴുക്കുചാലിന് മുകളിലുള്ള കോൺക്രീറ്റ് സ്ലാബിലൂടെ ഓട്ടോറിക്ഷ പഞ്ചായത്ത് വക കളിസ്ഥലത്തേക്ക് കടന്നു. അലീന വന്ന ഓട്ടോറിക്ഷ അവിടെ കാണാനില്ല. ഷാജി ഓട്ടോയിൽ നിന്നിറങ്ങി അടുത്ത വീട്ടുകാരോടൊക്കെ ചോദിച്ചു. ആ പെങ്കൊച്ചിനെ എല്ലാവരും കൂടി വളഞ്ഞു വെച്ച് അടിയും ബഹളവുമൊക്കെ ഉണ്ടാക്കിയപ്പോൾ അയാൾ ഓട്ടോയും കൊണ്ട് സ്ഥലം വിട്ടു. അത് കേട്ടുകൊണ്ട് ഷാജി വീണ്ടും ഓട്ടോയുമായി മുൻപോട്ട് പോകുമ്പോൾ അലീനയോട് പറയുന്നുണ്ട്, അയാളുടെ ഓട്ടോ കൂടി ആൾക്കാർ തല്ലി തകർത്തെങ്കിലോ എന്ന് പേടിച്ചിട്ടായിരിക്കും പാവം രക്ഷപ്പെട്ട് കളഞ്ഞത്. പാലാ ടൗണിലെത്തിയതിനു ശേഷം അവൻ ഓട്ടോറിക്ഷ ഒരു ക്ലിനിക്കിലേക്ക് വിട്ടു. അതിന്റെ മുൻപിൽ നിർത്തിയിട്ട് അലീനയോട് ഇറങ്ങി വരുവാൻ പറഞ്ഞു. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്തിനാണ് ഞാൻ ഇറങ്ങുന്നത്? ഈ മുറിവൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്യണ്ടേ? അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് തനിയെ ചെയ്തോളായിരുന്നു. ഇഞ്ചക്ഷൻ എടുക്കണ്ടേ കുട്ടി? ഇതൊക്കെ പ്രശ്നമാണ്. അതും തനിയെ ചെയ്യാൻ പറ്റുമോ? ഷാജി തുടർന്ന് അവളെ വിളിച്ച് ക്ലിനിക്കിലേക്ക് കയറ്റി ഡോക്ടറെ കാണിച്ചു. മുറിവുകളൊക്കെ കണ്ടുകൊണ്ടുള്ള ഡോക്ടറുടെ ചോദ്യത്തിന്റെ മുൻപിൽ ഒന്ന് വീണതാണ് എന്നുള്ള കള്ളം പറഞ്ഞു. ചീട്ടെടുത്തതിൻ്റെയും മുറിവ് ഡ്രസ്സ് ചെയ്തതിൻ്റെയും ഇഞ്ചക്ഷൻ്റെയും ഒക്കെ പണം ഷാജി തന്നെ കൊടുത്തു. അലീനയുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ ഹാൻഡ് ബാഗ് അഴുക്കുചാലിനരികിൽ നടന്ന പിടിവലിക്കിടയിൽ എവിടെയോ വീണുപോയി. ഷാജി അവളെ കടപ്പാട്ടൂരെ വീട്ടുമുറ്റത്ത് കൊണ്ടുചെന്ന് വിട്ടു. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ബാലചന്ദ്രൻ തിരികെ വന്നിട്ടുണ്ടാവുമോ എന്നുള്ളതായിരുന്നു അലീനയുടെ പേടി. ബാലചന്ദ്രമേനോൻ ഗോവർദ്ധനെയും കൂട്ടി അഡ്വക്കറ്റിനെ കാണുവാൻ പോയ സമയത്താണ് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടത്. എവിടെ പോവുകയാണെന്ന് കൃഷ്ണമോളോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. കാറ് കാണാഞ്ഞപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി അച്ഛൻ തിരിച്ചെത്തിയിട്ടില്ല. അലീന തിരിഞ്ഞ് ഷാജിയോട് പറയുന്നുണ്ട്, പോവല്ലേ, ഞാൻ വേഗത്തിൽ ക്യാഷ് എടുത്തിട്ട് വരാം. അത് കേട്ടിട്ട് ഷാജി, അതിന് ഇത് അലീന വാടകയ്ക്ക് വിളിച്ച ഓട്ടോ അല്ലല്ലോ. ആ ഓട്ടോ വിട്ടുപോയില്ലേ? എന്നാലും ഞാൻ പൈസ തരണ്ടേ? പെട്രോൾ ഒഴിച്ചല്ലേ ഇത് ഓടിക്കുന്നത്. ആശുപത്രിയിലും പൈസ കൊടുത്തില്ലേ? അതൊന്നും സാരമില്ല കുട്ടി. ഓട്ടോറിക്ഷക്കാർക്ക് അവരുടെ ചാർജ് കണക്ക് പറഞ്ഞു വാങ്ങിക്കാൻ അറിയാം. അതാരും പഠിപ്പിക്കണ്ട. അത് കേട്ടുകൊണ്ട് അലീന വല്ലായ്മയോടെ ഷാജിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുമ്പോൾ, ഞങ്ങളും മനുഷ്യരാ കൊച്ചേ. പിന്നെ ഞാൻ നിന്നോട് ഇപ്പോൾ ഒരു കൂലി പറഞ്ഞാൽ നിനക്കത് മുഴുവൻ തരാൻ പറ്റുമോ? നിന്റെ ജീവന് എന്തു വിലയാ വരിക? അതല്ലേ ഞാൻ തിരികെ പിടിച്ചുകൊണ്ട് തന്നത്. അപ്പോഴേക്കും അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടിട്ട് ഷാജി പറയുകയാണ്, കയറിപ്പോയിക്കോ വേഗം. വല്ല ഷാമ്പുവോ മറ്റോ തലയിൽ തേച്ച് നല്ലോണം ഒന്നുകൂടെ കുളിക്ക്. മണ്ണെണ്ണയുടെ നാറ്റം പോയിട്ടില്ല. തുടർന്ന് അയാൾ അലീനയുടെ നേർക്ക് കൈവീശി കാണിച്ചിട്ട് ഗേറ്റിന് വെളിയിലേക്ക് ഓട്ടോ ഓടിച്ചുപോയി. അലീന എപ്പോഴും നിറകണ്ണുകളോടുകൂടി അത് നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അവളുടെ മനസ്സിൽ കടന്നു വന്ന ചിന്ത, താൻ എപ്പോഴോ എവിടെയോ വെച്ച് പരിചയപ്പെട്ട ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർ, ഒരു സാധാരണ ചെറുപ്പക്കാരൻ. അയാൾക്ക് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകാം. യാത്രക്കാരുമായി അവൻ കൂലി തർക്കമുണ്ടാക്കുകയും അവരെ ചീത്ത വിളിക്കുകയും ചെയ്തിട്ടുണ്ടാവാം. എന്നിരുന്നാലും ഏതൊരു മനുഷ്യനും എപ്പോഴെങ്കിലും ഒരു ദൈവദൂതനെ പോലെ പെരുമാറുവാൻ കഴിയുമെന്ന് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് അയാൾ തെളിയിച്ചു. തുടർന്ന് അലീന സിറ്റൗട്ടിലേക്ക് കയറി ചെന്ന് ഡോർബെൽ അടിച്ചു. കൃഷ്ണജ വന്ന് വാതിൽ തുറന്നു. അലീനയുടെ മുഖത്തെ ബാൻഡേജും കരുവാളിച്ച ക്ഷതങ്ങളും കണ്ടിട്ട് കൃഷ്ണജ ഒരു നിമിഷം അമ്പരന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ പറ്റിയ ചേച്ചി? ഇവിടെ നിന്ന് പോയതുപോലെ അല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത്. ഇട്ടുകൊണ്ടുപോയ വസ്ത്രമൊക്കെ എവിടെ? ആ ചുരിദാർ അല്ലല്ലോ ഇട്ടിരിക്കുന്നത്. അത് കേട്ടിട്ട് അകത്തേക്ക് നടന്നുകൊണ്ട് അലീന പറയുകയാണ്, എല്ലാം പറയാം മോളെ, പക്ഷേ അച്ഛൻ്റെ അടുത്ത് നീ ഒന്നും പറഞ്ഞു കൊടുക്കരുത്. ചേച്ചിയുടെ ദേഹത്ത് മണ്ണെണ്ണയുടെ മണമുണ്ടല്ലോ, എന്താ സംഭവിച്ചത്? കൃഷ്ണജയുടെ വീണ്ടുമുള്ള ചോദ്യത്തിന്റെ മുൻപിൽ അലീനയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഏങ്ങലടിച്ച് അവൾ കരഞ്ഞുപോയി. മഴത്തോരു മുൻപേ സീരിയലിൽ തുടർന്ന് നടക്കുവാൻ പോകുന്ന ത്രില്ലിംഗ് എപ്പിസോഡിന്റെ വിവരണങ്ങൾ അടുത്ത വീഡിയോയിൽ വീണ്ടും ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണം. ഒപ്പം ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.